5 മാസമായി തുടരുന്ന വിനാശകരമായ അമേരിക്ക-ഇറാൻ യുദ്ധത്തിന് വിരാമമിടാൻ നീക്കം ശക്തമാകുന്നു. ലോകത്തെ ഏറ്റവും സുപ്രധാന ഊർജ്ജ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന വാണിജ്യ കപ്പലുകളുടെ നിയന്ത്രണം ഇറാന് കൈമാറുന്ന തരത്തിലുള്ള സമാധാന വ്യവസ്ഥകളാണ് ഉരുത്തിരിയുന്നത്. എന്നാൽ തന്ത്രപ്രധാനമായ ഈ സമുദ്രപാതയുടെ പൂർണ്ണ നിയന്ത്രണം ഇറാന് വിട്ടുകൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്കൻ ഭരണകൂടവും മുതിർന്ന ഉദ്യോഗസ്ഥരും. ഇറാനും ഒമാനും തമ്മിൽ നടന്ന ഉഭയകക്ഷി ചർച്ചകളിലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിൽ വൻതോതിലുള്ള സാന്നിധ്യമുള്ള ഇരു രാജ്യങ്ങളും ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതായി വ്യക്തമാക്കുന്നു. ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ മുഴുവൻ വാണിജ്യ കപ്പലുകളും ഇറാന്റെ സമുദ്ര അതിർത്തിയിലൂടെയായിരിക്കും കടന്നു പോവുകയെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തുടങ്ങിയ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ മേഖലയിലെ വൻശക്തിയായി ഇറാൻ ആധിപത്യം സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന വലിയ വിട്ടുവീഴ്ചയായിരിക്കും ഈ ധാരണയെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. സമാധാന കരാർ ഉടൻ സാധ്യമാകുമെന്ന സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ടെങ്കിലും തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുന്നത് തങ്ങൾക്കൊരു കാരണവശാലും സ്വീകാര്യമല്ലെന്ന് US വ്യക്തമാക്കുന്നുണ്ട്. കടലിടുക്കിലൂടെ സർവീസ് നടത്തുന്ന കപ്പലുകളുടെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഫീസായി ഈടാക്കാനാണ് ഇറാന്റെ നീക്കം. എന്നാൽ ഇത് 3% കുറയ്ക്കണമെന്ന് ഒമാൻ ആവശ്യപ്പെടുമ്പോൾ കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് യാതൊരുവിധ ഫീസും ഈടാക്കാൻ അനുവദിക്കില്ലെന്ന ശാഠ്യത്തിലാണ് വാഷിംഗ്ടൺ. ഇതിനിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില അതിരൂക്ഷമായിരിക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. US കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിന് പകരം ഗൾഫ് മേഖലയിലെ പ്രധാന ഊർജ്ജ നിലയങ്ങളും അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. പേർഷ്യൻ ഗൾഫിലെ സഖ്യരാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശം ഇറാൻ കൈമാറിക്കഴിഞ്ഞു. തുടർച്ചയായ സൈനിക നടപടികൾ കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ജൂലൈ മാസത്തിൽ നടത്തിയ 2 ആഴ്ച നീണ്ട വ്യോമാക്രമണങ്ങൾക്കും ഫലം കാണാൻ സാധിച്ചില്ല. ദീർഘദൂര കൃത്യതാ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധശേഖരം തീർന്നു തുടങ്ങിയതായി US സൈനിക കമാൻഡർമാർ റിപ്പോർട്ട് ചെയ്തതും വാഷിംഗ്ടണിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന നിർണായകമായ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ യുദ്ധത്തോടുള്ള അമേരിക്കൻ ജനതയുടെ കടുത്ത എതിർപ്പും ട്രംപ് ഭരണകൂടത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധത്തിൽ ഇതുവരെ 3400-ലധികം ഇറാനിയൻ പൗരന്മാരും 18 അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ജീവനുകൾ പൊലിയുന്നത് ഒഴിവാക്കാൻ നയതന്ത്രപരമായ ഒത്തുതീർപ്പ് തന്നെയാണ് ഉചിതമെന്ന് ട്രംപ് പരസ്യമായി സമ്മതിക്കുന്നുണ്ടെങ്കിലും ഹോർമൂസിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കില്ലെന്ന ഉഭയകക്ഷി തർക്കം സമാധാന നീക്കങ്ങൾക്ക് വലിയ പ്രതിബന്ധമായി തുടരുകയാണ്. 5 മാസം പിന്നിട്ട വിനാശകരമായ യുദ്ധത്തിന് വിരാമമിടാൻ ഒമാന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. തന്ത്രപ്രധാനമായ ഈ സമുദ്രപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിനുമേൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാനും ചുങ്കം ഈടാക്കാനും ഇറാൻ നീക്കം നടത്തുമ്പോൾ അത് അംഗീകരിക്കില്ലെന്ന വാശിയിലാണ് ട്രംപ് ഭരണകൂടം.